ഓക്കെ, സോ നമ്മള് ഇനി സ്റ്റാർട്ട് ചെയ്യാം. വോയിസ് ക്ലിയർ ആണല്ലോ അല്ലെ? വോയിസിന് ഒരു ഇഷ്യൂസ് ഒന്നും ഇല്ലല്ലോ? എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഒന്ന് പറയാ കേട്ടോ. ഓക്കെ, സോ ഇന്ന് നമ്മൾ യൂണിറ്റ് 1 ഓഫ് കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ആണ് നോക്കാൻ പോകുന്നത്. സോ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷിന്റെ ഒരു മെയിൻ ആയിട്ടുള്ള കാര്യം നിങ്ങൾ അറിഞ്ഞു വെക്കേണ്ടത്, നമ്മൾ മെയിൻലി ക്വസ്റ്റ്യൻസ് വരുന്നത് എന്താണ്, ഗ്രൂപ്പ് ഡിസ്കഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടോപ്പിക്. ഗ്രൂപ്പ് ഡിസ്കഷൻ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ടോപ്പിക് തരും അവര്, എന്നിട്ട് ആ ടോപ്പിക്കിന് നമുക്ക് ആസ് 5 ഇൻഡിവിജ്വൽസോ 6 ഇൻഡിവിജ്വൽസിന്റെ ഒരു ഗ്രൂപ്പ് ഉണ്ടാവും. ആ ഗ്രൂപ്പിനോട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പറയും. പിന്നെ ലെറ്റർ റൈറ്റിംഗ് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. ലെറ്റർ റൈറ്റിംഗ് എന്തായാലും വരും. പിന്നെ എസ്സേ റൈറ്റിംഗ് അല്ലെങ്കിൽ ആർട്ടിക്കൽ റൈറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരു ക്വസ്റ്റ്യൻ വരും. സോ ഈ 3 ക്വസ്റ്റ്യൻ മേജർ മാർക്സ് ഉണ്ടാവുന്ന ക്വസ്റ്റ്യൻ ആയിരിക്കും. 50 മാർക്കിന്റെ പേപ്പർ ആണല്ലോ. സോ 30 മാർക്ക് ഈ ക്വസ്റ്റ്യനും ബാക്കി 20 മാർക്ക് നമ്മളുടെ എന്താണ് ഈ 5 മാർക്കിന്റെ ചാപ്റ്റർ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഓക്കെ, ഈച്ച് 4 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഉണ്ടാവും. അത് ബേസിക്കലി ഓക്കെ 4 എന്തായിരിക്കും ചാപ്റ്റർ, 4 ചാപ്റ്റർ ബേസ്ഡ് ക്വസ്റ്റ്യൻ ഉണ്ടാവും, 5 മാർക്സ് ഉണ്ട്. സോ അത് നമ്മൾ ചാപ്റ്റേഴ്സ് ആയിരിക്കും ഇപ്പൊ നോക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് നമ്മൾ ലാസ്റ്റ് എക്സാമിന്റെ ഒരു പ്രീവിയസ് ഡേ നമ്മൾ എന്താണ് ലെറ്റർ റൈറ്റിങ്ങും പിന്നെ എസ്സേ റൈറ്റിങ്ങും ഉള്ള സർട്ടീൻ കാര്യങ്ങൾ പറഞ്ഞുതരാം. ഓക്കെ, സോ ഇപ്പൊ ഫസ്റ്റ് യൂണിറ്റ് ആണ്. ഫസ്റ്റ് യൂണിറ്റ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു യൂണിറ്റ് ആണ്. ഫസ്റ്റ് യൂണിറ്റിൽ എന്തായാലും ഒരു ക്വസ്റ്റ്യൻ വരും. ഓക്കെ, അതെപ്പോഴും വരുന്നതാണ്. എന്തായാലും ഫസ്റ്റ് യൂണിറ്റിന് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും കേട്ടോ. സോ നമ്മൾ അതിപ്പോ നോക്കാം. സോ ഫസ്റ്റ് ആയിട്ടുള്ള ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ബാരിയേഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, കമ്മ്യൂണിക്കേഷന്റെ ടൈമിൽ എന്തൊക്കെ സർട്ടൈൻ ഒബ്സ്റ്റിക്കിൾസ് അല്ലെങ്കിൽ എന്തൊക്കെ സർട്ടൈൻ ബാരിയേഴ്സ് ആണ് വരുന്നത് എന്നുള്ളതാണ് ഇതിലുള്ളത്. ഓക്കെ, സോ ബാരിയേഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, there are many barriers or obstacles to communication. Let us now consider some of these barriers. So എന്താണ് ഓരോരോ ഒബ്സ്റ്റക്കിൾസ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഒരു സർട്ടൈൻ ഒബ്സ്റ്റക്കിൾ ഉണ്ടാവും ആ കമ്മ്യൂണിക്കേഷനിൽ. ഓക്കെ, ആ ഒബ്സ്റ്റക്കിൾ കാരണം നമ്മളെ കമ്മ്യൂണിക്കേഷൻ എഫക്റ്റ് ആവാം എന്നാണ് പറയുന്നത്. സോ ആ ബാരിയേഴ്സ് എന്താണ് നമുക്ക് നോക്കാം. സോ ആദ്യത്തേതാണ് കോഡ്. ഓക്കെ, സോ കോഡ് ബേസിക്കലി മീൻ ചെയ്യുന്ന ലാംഗ്വേജിനെയാട്ടോ. ഓക്കെ, ഒരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു ലാംഗ്വേജ് വേണ്ടേ? സോ ആ ലാംഗ്വേജിനെയാണ് നമ്മൾ കോഡ് എന്ന് പറയുന്നത്. ഓക്കെ, ലാംഗ്വേജ് ക്യാൻ ബി എ ബാരിയർ ബിറ്റ്വീൻ അഡ്രസ്സർ ആൻഡ് ദി അഡ്രസ്സി. സോ എന്താണ്, ഒരു ലാംഗ്വേജ് മേ ബി ഒരു ബാരിയർ ആയിട്ട് മാറാമെന്നാണ് പറയുന്നത്. ഒരു സ്പീക്കറിന്റെയും ഒരു ലിസണറിന്റെയും ഇടയിൽ ഒരു എന്താണ് കമ്മ്യൂണിക്കേഷൻ ബാരിയർ ആയിട്ട് ഒരു ലാംഗ്വേജ് മാറാമെന്ന് പറയാം. ഫോർ എക്സാമ്പിൾ, ഞാനൊരു മലയാളിയാണ്. ഞാൻ നാളെ പോയിട്ട് ഒരു ഗുജറാത്തിനെ കണ്ടു. ഓക്കെ, സോ ഗുജറാത്തിക്ക് എന്താണ് ഇംഗ്ലീഷ് അറിയില്ല, എനിക്ക് ഗുജറാത്തിയും അറിയില്ല, ഹിന്ദിയും അറിയില്ല. സോ എന്താണ് നമ്മൾ രണ്ടുപേർക്കും എന്താണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. സോ ഡിഫറെന്റ് ലാംഗ്വേജസ് കാരണം കോമൺ ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് നമ്മൾ രണ്ടുപേരും തമ്മിൽ ഇല്ലാത്ത കാരണം എന്താണ് ലാംഗ്വേജ് ഒരു ബാരിയർ ആയിട്ട് വരാം സ്പീക്കറും ലിസണറിന്റെയും ഇടയിൽ. ഓക്കെ, the addressee may not know the language of the addresser. So എന്താണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നോ, നമ്മൾ ഒരു ഗുജറാത്തി ഉണ്ട്, ഒരു മലയാളി ഉണ്ട്, രണ്ടുപേർക്കും ഒരു കോമൺ ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് അറിയില്ല. ഓക്കെ, സോ ഇത് രണ്ടുപേർക്കും ഒരു ലാംഗ്വേജ് അറിയാത്ത കാരണം എന്താണ് ലാംഗ്വേജ് ഒരു എന്താണ് അല്ലെങ്കിൽ കോഡ് ഒരു ബാരിയർ ആയിട്ട് മാറാം എന്നാണ് പറയുന്നത്. ഇൻ സച്ച് സിറ്റുവേഷൻ കമ്മ്യൂണിക്കേഷൻ വുഡ് നോട്ട് ബി സക്സസ്ഫുൾ. ഓക്കെ, സോ എന്താണ് ഇത് കാരണം കമ്മ്യൂണിക്കേഷൻ സക്സസ്ഫുൾ ആവില്ല എന്നാണ് പറയുന്നത്. സോ അതൊരു വലിയൊരു ഇഷ്യൂ ആണ്. ഓക്കെ, അടുത്താണ് ലാംഗ്വേജ് ഡിഫറൻസ്. ഓക്കെ, സെക്കൻഡ് ബാരിയർ എന്താണ് ലാംഗ്വേജ് ഡിഫറൻസ്. Language variation can also be a barrier to communication. Variations or changes in pronunciation, intonation, accent, etc. also lead to confusion between sender and receiver. So എന്താ പറയുന്നത്, ഒരു ലാംഗ്വേജ് ഡിഫറൻസിന് സെയിം ലാംഗ്വേജ് ആണെങ്കിലും എന്താണ് ആ ലാംഗ്വേജിൽ സർട്ടൈൻ ഡിഫറൻസ് ഉണ്ട്. അപ്പൊ നമ്മുടെ മലയാളികൾ തന്നെ ഓരോരോ സദൺ പാർട്ട് ഓഫ് കേരളത്തിൽ പറയുന്ന ഒരു ആക്സെന്റ്സ് ഒക്കെ കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആണ് നോർത്ത് കേരളയിൽ പറയുന്നത്. ഓക്കെ, ഈവൻ ഇംഗ്ലീഷിലാണെങ്കിലും എന്താണ് ഇന്ത്യൻ ഇംഗ്ലീഷിന്റെ ആക്സെന്റ് ഡിഫറൻസ് ഉണ്ട്, അമേരിക്കൻ ഇംഗ്ലീഷിന് വേറെ ഒരു ആക്സെന്റ് ആണ്, പിന്നെന്താണ് ബ്രിട്ടീഷ് ഇംഗ്ലീഷിന് വേറെ ഒരു ആക്സെന്റ് ആണ്. സോ ഈ ആക്സെന്റും പ്രൊണൗൺസിയേഷൻ ഡിഫറൻസ് കാരണവും
എന്താ ഒരു ബാരിയർ ഫോം ചെയ്യാമെന്നാണ് പറയുന്നത്, ഒരു സെൻഡറും റിസീവറിന്റെയും ഇടയിൽ. ഓക്കെ, പിന്നെ അടുത്താണ് കൾച്ചർ ഡിഫറൻസസ്. So the meaning of words, signs and symbol varies based on cultural differences. As a result of communication may not be successful when two people from different culture background talk to each other. So എന്താണ് ഒരു certain ആയിട്ടുള്ള വേർഡ്സും സൈൻസും സിമ്പിൾസും ഓരോരോ കൾച്ചറിൽ ഓരോരോ മീനിങ് കൊടുക്കും. ഓക്കെ, ചില കൾച്ചറിൽ ഇതെന്താ പീസ് സൈന്, നമ്മളിത് വിക്ടറിന് വേണ്ടി കൊടുക്കുന്ന സൈനാണ്. ചില കൺട്രീസിൽ ഇതൊരു എന്താണ് ഒരു ക്രോസ് വേർഡ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത് ഈ വിക്ടറി സൈൻ. ഓക്കെ, സോ ഓരോരോ കൾച്ചറിൽ ഓരോരോ സിമ്പിൾസും സൈൻസിനും ഓരോരോ മീനിങ് ഉണ്ട് എന്നാണ് പറയുന്നത്. സോ ഈ സർട്ടീൻ മീനിങ്സ് ആൻഡ് കാര്യങ്ങൾ ഓരോരോ കൾച്ചറിലുള്ള ആൾക്കാർക്ക് മനസ്സിലാവാൻ ബുദ്ധിമുട്ടുണ്ടോ, അല്ലെങ്കിൽ ഒഫെൻസീവ് ആയി പോകും. ഇപ്പൊ ഞാനൊരു വിക്ടറി എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ഷോ ചെയ്യുന്നത്, പക്ഷെ നിങ്ങളുടെ കൾച്ചറിൽ ദിസ് ഇസ് സംതിങ് വെരി ബാഡ്. ഓക്കെ, ഇത് ഒരു ബാഡ് ആയിട്ടുള്ള ഒരു വേർഡ് ആണെങ്കിൽ നിങ്ങൾ എന്ത് വിചാരിക്കും, അയ്യോ ഇയാൾ എന്നെ എന്തോ വേണ്ടാത്ത എന്തോ സാധനം പറഞ്ഞിട്ടുണ്ട് എന്ന് വിചാരിച്ച് നിങ്ങൾ ഒഫൻസ് എടുക്കും, റൈറ്റ്? സോ അത് ഒരു കൾച്ചറൽ ഡിഫറൻസ് ഒരു ബാരിയർ ആയിട്ട് മാറാമെന്നാണ് പറയുന്നത്. പിന്നെയാണ് അൺഫെമിലിയർ കോൺസെപ്റ്റ്. The unfamiliar concept also can be a barrier of effective communication. Technical terms and jargon words from a particular field may not understand by all the people. So എന്താ പറയുന്നത്, ഈ അൺഫെമിലിയർ ആയിട്ടുള്ള സർട്ടീൻ കോൺസെപ്റ്റ് ഉണ്ട്. ഇപ്പൊ മെഡിക്കൽ ടേമിൽ എന്താണ് ഒരു സർട്ടീൻ ആയിട്ടുള്ള കോഡും കാര്യങ്ങളും ഉണ്ടാവും. ഇപ്പം സെയിം ഈ സൈക്കോളജിയിലെ സർട്ടീൻ കോഡും കാര്യങ്ങളും ഉണ്ടാവും. അത് രണ്ട് സൈക്കോളജിസ്റ്റ് അങ്ങോട്ടും സംസാരിക്കുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മൾ സൈക്കോളജിയിൽ ഇപ്പം ഒരു സർട്ടീൻ ഡിസോർഡർ ഉണ്ടെങ്കിൽ നമ്മൾ ICD-ന്റെ കോഡ് വെച്ചിട്ടാണ് അത് അവരെ ഡിസോർഡർ എഴുതുന്നത്. ഓക്കെ, ഇന്ത്യയിൽ നമ്മൾ ICD-10 ആണ് യൂസ് ചെയ്യുന്നത്. സോ നമ്മൾ എന്താണ് ICD വെച്ചിട്ടുള്ള കോഡായിരിക്കും എഴുതുന്നത് ആ ഡിസോർഡറിന് വേണ്ടി. നമ്മൾ ഈ പേഴ്സണിന് എന്താണ് ബൈപോളാർ ഡിസോർഡർ ഉണ്ട് എന്നല്ല പറയാ, ഇൻസ്റ്റന്റ് നമ്മൾ ബൈപോളാറിൽ ICD-യിൽ ഏത് കോഡാണ് ആ കോഡ് വെച്ചിട്ടാണ് നമ്മൾ അവരെ പ്രിസ്ക്രിപ്ഷനിൽ എഴുതുന്നത്. ഓക്കെ, സോ ഈ സർട്ടീൻ സാധനം ഒരു നോൺ സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള ഒരാൾക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട്, അവർക്ക് മനസ്സിലാവില്ല ഈ പേപ്പറിൽ ഞാൻ എന്താ എഴുതി വെച്ചിട്ടുള്ളത്. സോ എന്താണ് അത് അവർക്ക് ഒരു അൺഫെമിലിയർ ആയിട്ടുള്ള കോൺസെപ്റ്റ്. സോ ഈ അൺഫെമിലിയർ ആയിട്ടുള്ള കോൺസെപ്റ്റ് കാരണം അതൊരു കമ്മ്യൂണിക്കേഷനിൽ ബാരിയർ ആയി മാറാം. ഓക്കെ, ജസ്റ്റ് ബിക്കോസ് സൈക്കോളജി ബാക്ക്ഗ്രൗണ്ടിൽ എല്ലാവർക്കും ഈ ICD കോഡിന്റെ മീനിങ് അറിയാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്താണ് സൈക്കോളജി അല്ലാത്ത സൈക്കോളജി ബാക്ക്ഗ്രൗണ്ടിൽ വരാത്ത ഒരാളോട് എനിക്ക് ഈ സെയിം കോൺസെപ്റ്റ് പറയാൻ പറ്റില്ല, ബിക്കോസ് ദേ വോണ്ട് അണ്ടർസ്റ്റാൻഡ്, റൈറ്റ്? സോ അൺഫെമിലിയർ കോൺസെപ്റ്റ് ഒരു ബാരിയർ ഓഫ് കമ്മ്യൂണിക്കേഷൻ ആയി മാറാമെന്നാണ് പറയുന്നത്. ഓക്കെ, പിന്നെ ലാക്ക് ഓഫ് ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ. If we have sufficient background information on any topic that help us to understand very easily, at the same time, if we don't have background information, the topic may not make any sense. So എന്താ പറയുന്നത്, ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുന്ന സമയത്ത് നമുക്ക് ആ കമ്മ്യൂണിക്കേഷന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ വേണം. ഓക്കെ, ഞാനിപ്പോ നിങ്ങളോട് സംസാരിക്കുകയാണ്, ഞാൻ നിങ്ങളോട് പറയുന്നില്ല ഇത് ഏത് സബ്ജക്റ്റ് ആണ് ഞാൻ പഠിപ്പിക്കാൻ പോകുന്നത്, ഏത് യൂണിറ്റ് ആണ് ഞാൻ പഠിപ്പിക്കാൻ പോകുന്നത്, എന്നതിന്റെ ക്ലാസ് ഒന്നും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നില്ല. നിങ്ങൾക്ക് ഞാൻ ജസ്റ്റ് വാട്സാപ്പിൽ എന്ത് ചെയ്തു, ഒരു ലിങ്ക് ഇട്ട് തന്നു, ഈ ലിങ്കിൽ വേണമെങ്കിൽ കയറിക്കോളൂ എന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങൾ ഇതിൽ കയറുകയാണ്, ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറയാണ്, നിങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ല. ഓക്കെ, ബിക്കോസ് ഞാൻ എന്താണ് നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ തന്നിട്ടില്ല. ഈ ലാക്ക് ഓഫ് ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ ഞാൻ ജസ്റ്റ് ഇത് മാത്രമാണ് കാണിച്ചത്. ഈ സ്ലൈഡ്, ഈ നമുക്കിപ്പം കാണുന്ന ഈ സ്ലൈഡ് മാത്രമാണ് കാണിച്ചത്. നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവോ ഇത് നമ്മൾ എന്താണ് സ്റ്റാർട്ട് ചെയ്തത്, ഏത് സബ്ജക്റ്റ് ആണ്, ഏത് സബ്ജക്ട് കോഡാണ്, അല്ലെങ്കിൽ ഏത് ചാപ്റ്റർ ആണ്, എല്ലാ കാര്യങ്ങളൊന്നും നമുക്കറിയില്ല. ബിക്കോസ് അതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ ഞാൻ പ്രൊവൈഡ് ചെയ്തിട്ടില്ല. സോ ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്തില്ലെങ്കിൽ അതൊരു ബാരിയർ ഓഫ് കമ്മ്യൂണിക്കേഷൻ ആയി മാറും എന്നാണ് പറയുന്നത്. ഓക്കെ, അടുത്താണ് എഫക്റ്റീവ് ഫാക്ടേഴ്സ്. So effective factors are also known as personal factors. Anxiety, fear, attitude, lack of interest, lack of motivation also can be communication barrier. Okay, so effective factor, നമ്മുടെ പേഴ്സണൽ ഫാക്ടറും ഒരു കമ്മ്യൂണിക്കേഷനിൽ ഒരു ബാരിയർ ആയിട്ട് മാറാമെന്നാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, എനിക്ക് ക്ലാസ് എടുക്കാൻ ഭയങ്കര പേടിയാണ്. ഓക്കെ, ഞാൻ ഭയങ്കര ആൻഷ്യസ് ആവും, അല്ലെങ്കിൽ നല്ലോണം പേടി വരും ക്ലാസ് എടുക്കുന്ന ടൈമിൽ. ഓക്കെ, സോ ഇത് കാരണം എനിക്ക് നിങ്ങളോട് മര്യാദയ്ക്ക് സംസാരിക്കാനോ കാര്യങ്ങളൊന്നും പറഞ്ഞ് മനസ്സിലാക്കാനോ പറ്റുന്നില്ല. സോ എന്താണ് നമ്മുടെ കമ്മ്യൂണിക്കേഷനിൽ ഒരു ഗ്യാപ്പ് വരുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കുക നിങ്ങൾ ഈ എക്സാം അല്ല എന്ന് വിചാരിക്കുക, ഈ എന്താ ഫ്രൈഡേ നിങ്ങൾ എക്സാം ഒന്നും അല്ല, കമ്മ്യൂണിക്കേഷന്റെ ഒരു എക്സാം ഒന്നും അല്ല, ജസ്റ്റ് ഒരു നോർമൽ ആയിട്ടുള്ള ഒരു ദിവസമാണ്. ഞാൻ ഇട്ടിട്ട് തരുന്നു, നിങ്ങൾ ആരെങ്കിലും കയറുമോ?
ഓക്കെ, നിങ്ങൾക്ക് ആർക്കും, ബിക്കോസ് അതിനൊരു പേർപ്പസ് ഇല്ലെങ്കിൽ നിങ്ങൾ ആരും ക്ലാസ്സിന് കയറില്ല, റൈറ്റ്? സോ ക്ലാസ്സിന് കയറുന്ന മെയിൻ പേർപ്പസ് എന്താണ്? നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് എങ്ങനെയാ വരുന്നത് ഇതില്? ബിക്കോസ് നമുക്ക് ഫ്രൈഡേ എക്സാം ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇൻട്രസ്റ്റ് ബിൽഡ് ആയത്, റൈറ്റ്? നിങ്ങൾക്ക് അങ്ങനെയാണ് മോട്ടിവേഷൻ കിട്ടിയത് ഈ ക്ലാസ്സിൽ കയറാൻ വേണ്ടിയിട്ട്. സോ നമ്മളെ പേഴ്സണൽ ഫാക്ടർ, നമ്മൾക്ക് ഇപ്പം ഇൻട്രസ്റ്റ് ഇല്ല, അല്ലെങ്കിൽ ക്ലാസ് കേൾക്കാൻ ഒരു പേടിയുണ്ട്, അല്ലെങ്കിൽ ഈ ക്ലാസ് എടുക്കുന്ന ടീച്ചറിനോട് നിങ്ങൾക്ക് എന്തോ ഒരു പേടിയുണ്ട്, ആൻഷ്യസ് ആണ് നിങ്ങൾ എന്നൊക്കെ ഉള്ള കാര്യങ്ങളാണെങ്കിൽ നിങ്ങൾക്ക് അതൊരു എന്താണ് എഫക്റ്റീവ് ഫാക്ടർ ആയിട്ട് വരും. ഓക്കെ, അതും നിങ്ങളെ ബാരിയർ ഓഫ് കമ്മ്യൂണിക്കേഷനിൽ ഒരു പാർട്ടായിട്ട് വരും. ഓക്കെ, പിന്നെ ലാസ്റ്റ് ആണ് ഫിസിക്കൽ എൻവയൺമെന്റ്. ഇതുവരെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? മാം, യൂണിറ്റ് 3 ഒരു ബാരിയേഴ്സ് ടു കമ്മ്യൂണിക്കേഷൻ കാണുന്നുണ്ട്. അപ്പൊ നമ്മളെ ക്വസ്റ്റ്യനിൽ ഏതാണ് ഉദ്ദേശിക്കണമെന്ന് എങ്ങനെ മനസ്സിലാവുക? അത് ബാരിയേഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എല്ലാത്തിനും മീനിങ് ഒന്ന് തന്നെയാണ്. സി, അതില് ബാരിയേഴ്സ് ബേസിക്കലി ഉദ്ദേശിക്കുന്നത് തന്നെ ഒരു കമ്മ്യൂണിക്കേഷന്റെ ഇടയിലുള്ള എന്താണ് ഒരു മിസ്റ്റേക്കോ കാര്യങ്ങളാണ്. സോ അത് നിങ്ങൾ യൂണിറ്റ് 3 വരുന്നതും സെയിം കാര്യങ്ങൾ തന്നെയാണ്, പക്ഷെ ഇത് ഇത്രയോടെ ഇൻഡെപ്ത് ആയിട്ട് അവർ എക്സ്പ്ലെയിൻ ചെയ്തിട്ടേ ഉള്ളൂ. ഓക്കെ, കാര്യങ്ങളെല്ലാം സെയിം തന്നെയാണ്, അത് കൂടുതൽ ഒരു ഇൻഡെപ്ത് ആക്കി തരുമ്പോൾ നിങ്ങൾ മേ ബി കൺഫ്യൂസ് ആക്കാം. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം? ഇത്രയോടെ മാർക്ക് കിട്ടുന്ന എഫിഷ്യന്റ് വേയിൽ എഴുതണം. ഓക്കെ, ഷോർട്ട് ആയിട്ട് എഴുതാണ്, ഇത്രയോട് കൂടുതൽ ഡീറ്റെയിൽ എഴുതുക. യൂണിറ്റ് 3യോ യൂണിറ്റ് 1 എന്താണെങ്കിലും നിങ്ങൾക്ക് ഇത് നോക്കിയിട്ട് എഴുതുക എന്നേ ഉള്ളൂ. ഓക്കെ 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 നെക്സ്റ്റ് ആണ് ഫിസിക്കൽ എൻവയൺമെന്റ്. പിന്നെന്താണ് അടുത്ത വരുന്നതാണ് ഫിസിക്കൽ എൻവയൺമെന്റ്. So noise and other environment disturbances and physical distances between addresser and addressee lead to poor communication. So നമ്മളിപ്പോ ഒരു ക്ലാസ്സിൽ ഇരിക്കുകയാണ്, പുറത്ത് എന്താണ് നല്ല വോയിസ് ഉണ്ട്, സൗണ്ട് ഉണ്ട്, നല്ല നോയ്സ് ആണ്, നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവുന്നില്ല ക്ലാസ്സിൽ. ഓക്കെ, സോ എന്താണ് ഇത് ഫിസിക്കൽ എൻവയൺമെന്റ് ഒരു ഇഷ്യൂ ആയിട്ട് മാറാം. ഞാനിപ്പോ ഒരു കാം ആയിട്ടുള്ള പീസ്ഫുൾ ആയിട്ടുള്ള ക്ലാസ് റൂമിൽ ഇരുന്നിട്ട് നിങ്ങൾ ക്ലാസ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് നോയ്സസ് ഒന്നും വരില്ല, നല്ലൊരു എൻവയൺമെന്റിലാണ് ഞാൻ ഇരിക്കുന്നതെന്ന് മനസ്സിലാവും. പക്ഷെ അറ്റ് ദ സെയിം ടൈം ഇപ്പം പുറത്ത് എന്താണ് നല്ല ട്രാഫിക് ഉണ്ട്, പുറത്ത് ഹോണിന്റെ സൗണ്ട് ഉണ്ട്, വണ്ടീന്റെ ഹോണിന്റെ സൗണ്ട് ഉണ്ട്, ആംബുലൻസിന്റെ സൗണ്ട് ഉണ്ട്. ഓക്കെ, ഇതെന്താവും? ഇത് ഫിസിക്കൽ എൻവയൺമെന്റിൽ ഒരു ഇഷ്യൂ ആയിട്ട് മാറും, അതൊരു ബാരിയർ ഓഫ് കമ്മ്യൂണിക്കേഷൻ ആയിട്ട് മാറും എന്നാണ് പറയുന്നത്. ഓക്കെ, ഇതുവരെ മനസ്സിലായോ? ഓക്കെ, ഇനി അടുത്തത് പിന്നെ അടുത്താണ് ഒരു സെക്കൻഡ്. ഓക്കെ, എന്റെ ലാപ്ടോപ്പ് ഇടയ്ക്കൊന്ന് ഹാങ് ആയി പോകുന്നുണ്ട് കേട്ടോ. ഓക്കെ, അടുത്താണ് കോൺവെർസേഷൻ, ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് കോൺവെർസേഷൻ ആൻഡ് കൺവേർഷൻ. ഓക്കെ, കോൺവെർസേഷൻ. സോ ഇത് ബേസിക്കലി കോൺവെർസേഷൻ ഇതിൽ മീൻ ചെയ്യുന്നത് ഇറ്റ് ഈസ് ഇന്ററാക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ 2 or more people, ദാറ്റ് ഇസ് കോൾഡ് എ കൺവെർസേഷൻ. സോ എന്താണ് രണ്ടിനും കാട്ട് കൂടുതൽ ആൾക്കാർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനെയാണ് നമ്മൾ കോൺവെർസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ എന്താണ് all participants can contribute alike, no specific time, place or agenda that can be from any place or time. സോ എന്താ പറയുന്ന ഒരു കോൺവെർസേഷൻ നടക്കാൻ വേണ്ടിയിട്ട് എന്താണ് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ടൈം പ്ലേസ് ഒന്നുമില്ല, അല്ലെങ്കിൽ ഒരു അജണ്ട ഇല്ല. നമുക്കിപ്പം നമ്മൾ ഇപ്പം നിങ്ങളും കൂടി ഇപ്പൊ എന്നോട് സംസാരിക്കുകയാണെങ്കിൽ, നിങ്ങൾ എന്നോട് ഡൗട്ട് ചോദിക്കുകയാണെങ്കിൽ, ഞാനും നിങ്ങളോട് സംസാരിക്കുകയാണെങ്കിൽ അതൊരു കോൺവെർസേഷൻ ആയിട്ട് മാറും. ഓക്കെ, ഇത് രണ്ടിനും കാട്ട് കൂടുതൽ ആൾക്കാരുടെ ഇടയിൽ നടക്കുന്ന ഒരു കമ്മ്യൂണിക്കേഷനെയാണ് നമ്മൾ കോൺവെർസേഷൻ എന്ന് പറയുന്നത്. സോ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എന്താണ് ഒരു കൺവെൻഷൻ ഓഫ് കോൺവെർസേഷൻ എന്ന് പറയുമ്പോൾ ഒരു കോൺവെർസേഷൻ നടക്കേണ്ട സെർട്ടീൻ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്, അല്ലെങ്കിൽ ഒരു കോൺവെർസേഷന് നല്ല ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ് എന്നാണ് പറയുന്നത്. ഈ സെർട്ടീൻ ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു നല്ല കോൺവെർസേഷൻ ആയി മാറും എന്നാണ് പറയുന്നത്. So first എന്താ? Be polite and cooperative. Okay, the conversation is the act of exchanging information between two. So എന്താണ് ഒരു കോൺവെർസേഷൻ മീൻ ചെയ്യുന്നത് രണ്ടാൾക്കാർ തമ്മിൽ ഒരു ഇൻഫർമേഷൻ എക്സ്ചേഞ്ച് ചെയ്യുന്നതിനാണ് നമ്മൾ പറയുന്നത്. Therefore, it is very important to cooperate and respect each other for successful conversation. സോ എന്താ പറയുന്നത്? ഇപ്പൊ രണ്ടാൾക്കാരുടെ ഇടയിൽ ഒരു നല്ല ഒരു കോൺവെർസേഷൻ നടക്കണമെങ്കിൽ രണ്ടുപേരും അങ്ങോട്ടും കോപ്പറേറ്റ് ചെയ്യും.
ഇപ്പൊ നിങ്ങൾ വിചാരിക്കുക നിങ്ങൾക്ക് ക്ലാസ്സിൽ ഒരു ഇൻട്രസ്റ്റും ഇല്ല, നമ്മൾ രണ്ടുപേരും അങ്ങോട്ട് ഇരുന്ന് നിങ്ങൾ ക്ലാസ്സിൽ തീരെ ഒരു താല്പര്യം കാണിക്കുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾ ചോദിക്കുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾ ഒരു കോപ്പറേഷനും കാണിക്കുന്നില്ലെങ്കിൽ ആ കോൺവെർസേഷൻ കറക്റ്റ് ആയിട്ട് നടക്കില്ല. സെയിം വേ ഞാൻ ക്ലാസ് എടുക്കുന്ന സമയത്ത് എല്ലാം 2 സെക്കൻഡ്സ് കൂടുമ്പോൾ എന്തെങ്കിലും നിങ്ങൾ കാര്യങ്ങൾ പറഞ്ഞ് ഇന്ററപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് റെസ്പെക്ട് ആയിരിക്കില്ല കോൺവെർസേഷനിൽ കാണിക്കുന്നത്. അത് കാരണം എന്താണ്, ഒരു കോൺവെർസേഷൻ സക്സസ്ഫുൾ ആയിട്ട് നടക്കില്ല എന്നാണ് പറയുന്നത്. സോ കോൺവെർസേഷനിൽ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആൾക്കാരുടെ ഇടയിലും ഒരു കോപ്പറേഷൻ ഉണ്ടായിരിക്കണം. നമ്മൾ രണ്ടുപേരും റെഡി ആയിരിക്കണം, ഈ കമ്മ്യൂണിക്കേഷന് വേണ്ടി റെഡി ആയിരിക്കണം. സെയിം വേ ഈച്ച് അതറിനെ നമ്മൾ എന്ത് ചെയ്യണം, റെസ്പെക്റ്റും ചെയ്യണം എന്നാണ് പറയുന്നത്. Okay, next ആണ് adjacency pair. So it is a unit of conversation between produced by 2 speakers in a conversation. There will be different units like greeting, question, answer, complimenting, etc. So എന്താണ് ഈ adjacent pair ഇത് മീൻ ചെയ്യുന്നത്, ഈ 2 സ്പീക്കേഴ്സിന്റെ തമ്മിലുള്ള കോൺവെർസേഷൻ ഡിഫറെന്റ് യൂണിറ്റ്സ് ആണ്. ഈ യൂണിറ്റ്സിൽ വരുന്നത് ഗ്രീറ്റിംഗ്സ് ആവാം, ക്വസ്റ്റ്യൻസ് ആവാം, ആൻസേഴ്സ് ആവാം, ഈവൻ കോംപ്ലിമെന്റിങ് ആവാം, എന്തായിരിക്കും ഈ സർട്ടൈൻ യൂണിറ്റ്സ് നമ്മൾ ഫോളോ ചെയ്യും എന്നാണ് പറയുന്നത്. ഇപ്പം ഈ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്തു, ഞങ്ങൾ ഗ്രീറ്റ് ചെയ്തു. ഓക്കെ, സെയിം വേ ഇനി എന്താണ് നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം, ആൻസർ എന്തെങ്കിലും എനിക്ക് പറയാനുണ്ടെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ആൻസർ എനിക്ക് പറയാനുണ്ടെങ്കിൽ ഞാൻ അത് ആൻസർ ചെയ്യും. പിന്നെ എന്താ, അറ്റ് ദി എൻഡ് ഓഫ് ദി ക്ലാസ് ഇഫ് യു വോണ്ട് ടു കോംപ്ലിമെന്റ്, നിങ്ങൾക്ക് അങ്ങോട്ട് കോംപ്ലിമെന്ററി കാര്യങ്ങൾ ചെയ്യാമെന്നാണ് പറയുന്നത്. ഓക്കെ, പിന്നെയാണ് അത് കഴിഞ്ഞിട്ടാണ് ക്ലോസിംഗ് ആൻഡ് ഓപ്പണിംഗ്. Closing and opening. It is not a good practice to open and close a conversation abruptly or immediately. Okay, ഇപ്പൊ നമ്മൾ ഒരു കോൺവെർസേഷൻ നടത്തുകയാണെങ്കിൽ ആ കോൺവെർസേഷൻ എന്താണ്, നമ്മൾ ഒരു എബ്രപ്റ്റ്ലി അത് ഓപ്പൺ ചെയ്യുക അല്ലെങ്കിൽ ക്ലോസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു നല്ലൊരു കോൺവെർസേഷൻ അല്ല. ഫോർ എക്സാമ്പിൾ ഞാൻ എന്താണ് ഈ ക്ലാസ് ഇപ്പൊ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുക, ഇതിന്റെ ഇടയിൽ തന്നെ ഞാൻ ചെയ്തു, നമ്മൾ ഈ ക്ലാസ് എൻഡ് ചെയ്തു, ഒന്നും പറയാണ്ട് ഞാൻ ക്ലാസ് എൻഡ് ചെയ്തു, അതെന്താണ്, അതൊരു നല്ല കാര്യമല്ല. ഇൻസ്റ്റെഡ് ഐ ഹാവ് ടു end or I have to close the conversation. I have to say ഇതെന്താണ്, after this class we'll be having a different class എന്നൊക്കെ പറഞ്ഞിട്ട് എന്താണ്, ഞാൻ മുമ്പോട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ട് വേണം, എന്റെ ക്ലോസിംഗ് സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ട് വേണം ഞാൻ ക്ലാസ് ഫിനിഷ് ചെയ്യാൻ വേണ്ടി. Okay, usually we open or start a conversation with a greeting, request, question, answer, statement or response. എന്താണ്, നമ്മളൊരു കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഗ്രീറ്റിംഗ്സ് കൊടുക്കാം, എന്തെങ്കിലും സർട്ടൈൻ റിക്വസ്റ്റ് ഉണ്ടാവും. ഇപ്പം ഈ ക്ലാസ്സിൽ മാമിന് ഈ ചാപ്റ്റർ എടുത്തു തരാൻ പറ്റുമോ, അല്ലെങ്കിൽ എന്താണ് നിങ്ങൾ ഈ ക്ലാസ്സിലൊന്ന് ക്വയറ്റ് ആയിരിക്കാൻ പറ്റുമോ എന്ന് ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യാം, അങ്ങനത്തെ കാര്യം. സെയിം വേ നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും ചോദിക്കാം, എനിക്ക് ആ ക്വസ്റ്റ്യന്റെ ആൻസർ പറയാം, അല്ലെങ്കിൽ സർട്ടൈൻ സ്റ്റേറ്റ്മെന്റ്സോ റെസ്പോൺസസോ നമുക്ക് പറയാം എന്നാണ് പറയുന്നത്. പിന്നെ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ഞാനൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം പറയട്ടെ. നിങ്ങൾ ഈ ആൻസേഴ്സ് എഴുതുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഇപ്പൊ ഞാൻ പറഞ്ഞു തന്നിട്ടില്ലേ, ഞാനിപ്പോ നിങ്ങൾക്ക് ഈ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കോൺവെർസേഷൻ ഞാൻ പറഞ്ഞു തരുമ്പോൾ ഇതിൽ എന്താണ് ഓരോരോ സബ് പോയിന്റ്സ് ഉണ്ട്. ഇപ്പം ബി പൊലൈറ്റ് ആൻഡ് കോപ്പറേറ്റീവ്, ഇത് നിങ്ങൾ ഇത് സെയിം വേയിൽ തന്നെ നിങ്ങൾ എഴുതണം. ഫോർ എക്സാമ്പിൾ ബണ്ണ് എഴുതിയിട്ട് ബി പൊലൈറ്റ് ആൻഡ് കോപ്പറേറ്റീവ് നിങ്ങൾക്ക് ഒരു ബ്ലാക്ക് പെന്നിൽ എഴുതും. പിന്നെ അതിന് താഴെ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് ഇൻസ്റ്റെഡ് ഓഫ് റൈറ്റിംഗ് ഇറ്റ് ഇൻ പോയിന്റ്സ് യു ക്യാൻ റൈറ്റ് ഇൻ എ പാരഗ്രാഫ്. ഓക്കെ, ആ പാരഗ്രാഫ് കാണുമ്പോൾ എന്താണ് അത്ര കൂടുതൽ സ്ട്രക്ചേർഡ് ആൻഡ് എന്താണ് കൂടുതൽ ഡീറ്റെയിൽഡ് ആണ്, ഇൻഡെപ്ത് ആണ് എന്ന് എക്സാമിനറിന് മനസ്സിലാവും. Okay, so make sure you write these subtopics and then write the all the details inside that particular subtitle. Okay, so അതൊരു ഇത്ര ഡീറ്റെയിൽ ആയിട്ട് എഴുതുക, പോയിന്റ്സ് എഴുതാണ്ട് ഇരുന്നിട്ട് നിങ്ങളൊരു ഡീറ്റെയിൽ എഴുതുന്നത് ജസ്റ്റ് ഞാനിവിടെ പോയിന്റ്സ് ആയിട്ട് എഴുതിയത് നിങ്ങൾക്ക് ഈസി ടു അണ്ടർസ്റ്റാൻഡ് നോട്ട്സ് ആക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഓക്കെ, സോ അതുകൊണ്ട് മേക്ക് ഷുവർ നിങ്ങൾ ബ്ലാക്ക് പെന്നോട് നല്ല രീതിക്ക് സബ് ടൈറ്റിൽസ് എഴുതിയിട്ട് വേണം എന്ത് ചെയ്യാൻ, നിങ്ങളുടെ കാര്യങ്ങൾ ഫുള്ള് അതിന്റെ ഉള്ളിൽ എഴുതാൻ കേട്ടോ. ബിക്കോസ് യു ഹാവ് ടു റിമെമ്പർ ദാറ്റ് ദെയർ ആർ ലോട്ട് ഓഫ് പേപ്പേഴ്സ് വിച്ച് ഇസ് ഗോയിങ് ടു ബി കറക്റ്റഡ്. നമ്മൾ ഇഗ്നോയിൽ നിങ്ങൾ മാത്രം ഒരു 2-3 സ്റ്റുഡൻസ് അല്ലല്ലോ, എത്രയോ സ്റ്റുഡൻസ് ഉണ്ട്. ഇത് എലക്റ്റീവ് സബ്ജക്ട് ആയതുകൊണ്ട് ഓരോരോ സബ്ജക്ട്സിൽ ഡിഗ്രിയിൽ ഇത് ഓരോരോ എലക്റ്റീവ് ആയിട്ട് കൊടുക്കുന്ന ഒരു സബ്ജക്റ്റ് ആണ്. സോ മേക്ക് ഷുവർ നിങ്ങൾ അത്ര ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് വേണം ഈ സബ്ജക്ട് എഴുതാൻ.
ഈ ബ്ലാക്കിൽ തന്നെ നിങ്ങൾ ഇതിന്റെ സബ് ടൈറ്റിൽസ് എഴുതിയിട്ട് പിന്നെ അതിന്റെ ഡീറ്റെയിൽസ് എഴുതുമ്പോൾ എക്സാമിന് കറക്റ്റ് ചെയ്യുമ്പോൾ എക്സാമിന് ഒരു ബേസിക് നോളജ് ഉണ്ടാവും, ലൈക്ക് യു നോ സംതിങ് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, സോ മേക്ക് ഷുവർ അങ്ങനെ ക്ലോസിങ് അങ്ങനെ ഇതായിട്ട് എഴുതാൻ കേട്ടോ. സെക്കൻഡ് ഓക്കെ, ഇനിയാണ് നെക്സ്റ്റ് ആണ് ടോപ്പിക് ഡെവലപ്മെന്റ്. Topic development is another aspect of conversation. There will be strategies for selecting, introducing, developing the topic and changing the topic. എന്താണ് ടോപ്പിക് ഡെവലപ്മെന്റ്? വേറെ ഒരു കാര്യമാണ് ഫുഡ് കോൺവെർസേഷന് വേണ്ടിയിട്ടുള്ളത്. സോ ഈ ടോപ്പിക് ഡെവലപ്മെന്റ് ഒരു സർട്ടൈൻ ആസ്പെക്ട് ഉണ്ടെന്നാണ് പറയുന്നത്. നമുക്കൊരു സർട്ടൈൻ സ്ട്രാറ്റജീസിൽ നമുക്ക് എന്ത് ചെയ്യണം? ഈ ടോപ്പിക് സെലക്ട് ചെയ്തിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യണം. നമ്മളിപ്പം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പോകുന്ന ആളുകളോട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് ആ ടോപ്പിക് ഡെവലപ്പിംഗ് ചെയ്ത് കൊണ്ടുവരണം. ഇപ്പം നമ്മൾ എന്താ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിയുമ്പോൾ അതിന് കൂടുതൽ ഡീറ്റെയിൽ നമ്മൾ പറഞ്ഞു കൊടുത്തിട്ട് നെക്സ്റ്റ് ടോപ്പിക്കിലോട്ട് പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആ വേര് തന്നെ നമ്മൾ ഒരു പുതിയ ടോപ്പിക് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് ചേഞ്ച് ചെയ്തുകൊണ്ട് പോകണം എന്നാണ് പറയുന്നത്. ഓക്കെ, the meaningful and coherent conversation always follows respect certain norms and rules. So എന്താണ് ഒരു മീനിങ്ഫുൾ ആയിട്ടുള്ള ഒരു കോൺവെർസേഷൻ കൊണ്ടുപോകണമെങ്കിൽ അതൊരു സർട്ടൈൻ എന്താണ് നോംസ് ആൻഡ് റൂൾസ് ഫോളോവും റെസ്പെക്റ്റും ചെയ്തിട്ടാണ് നമ്മൾ അത് കൊണ്ടുപോകുക എന്നാണ് പറയുന്നത്. ഓക്കെ, ടേൺ ടേക്കിംഗ്. കോൺവെർസേഷൻ ഇസ് an act of involving two or more people. നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ കോൺവെർസേഷൻ ഒരാൾ മാത്രമല്ല നടത്തുന്നത്. ഓക്കെ, കോൺവെർസേഷൻ ഹാപ്പൻസ് ബിറ്റ്വീൻ ടു ഓർ മോർ പീപ്പിൾ. സോ ഞാനിപ്പം ഇത് നമ്മുടെ ഇടയിൽ ഒരു കോൺവെർസേഷൻ അല്ല നടക്കുന്നത്. ഐ ആം ലെക്ചറിങ് യു പീപ്പിൾ ആൻഡ് യു ആർ ടേക്കിംഗ് നോട്ട്സ്, റൈറ്റ്? സോ ഈ കോൺവെർസേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ രണ്ടുപേരും സംസാരിക്കുകയാണ്. സോ ആസ് എ ഗുഡ് കമ്മ്യൂണിക്കേഷൻ നമുക്ക് എന്താണ് ടേൺ കൊടുക്കണം. ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് വേറൊരാൾക്ക് ടേൺ കൊടുക്കണം സംസാരിക്കാൻ വേണ്ടി. ഞാൻ മാത്രം വെറുതെ ഇങ്ങനെ സംസാരിച്ചത് കേട്ടു. ഈച്ച് പാർട്ടിസിപ്പന്റ് ഹാസ് ടു ടേക്ക് ദെയർ ഓപ്പർച്യൂണിറ്റി ഓർ ടേൺ ടു ടോക്ക്. സോ എവറി പേഴ്സൺ, ഇപ്പം ഏത് പാർട്ടിസിപ്പന്റ്, ഇതിപ്പം നമ്മളിപ്പം ഒരു 5 പേരാണ് ഗ്രൂപ്പാണെന്ന് വിചാരിക്കുക. സോ ഞാൻ എന്റെ കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്ത ആൾക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടും. ആളുടെ സംസാരിക്കുന്ന ടേൺ എടുത്തിട്ട് ആൾ സംസാരിക്കണം എന്നാണ് പറയുന്നത്. ടേൺ ടേക്കിംഗ് മീൻസ് ഈച്ച് പാർട്ടിസിപ്പന്റ് ഹാസ് ടു ടോക്ക് when his or her turn comes. സോ എന്താണ്, ഇപ്പൊ നമ്മൾ 5 പേരുണ്ട്, ഓരോരോ ആൾക്കാരുടെ ടേൺ വരും. അവരെല്ലാരും എത്ര നേരത്തേക്കാണ് അവർക്ക് സംസാരിക്കാൻ പറ്റുക എന്നുള്ള കാരണങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിഞ്ഞിരിക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, പിന്നെ 6th ആണ് റിപ്പയർ. Repair is a process by which the speaker realizes the error and repeat what has been said with some corrections. സോ എന്താ റിപ്പയറിൽ ബേസിക്കലി ഒരു സ്പീക്കർ എന്ത് ചെയ്യും? ഇപ്പൊ ഞാൻ ഒരു സർട്ടൈൻ കാര്യം മിസ്പ്രൊനൗൺസ് ചെയ്തു എന്ന് വിചാരിക്കും. ഓക്കെ, ഈ മിസ്പ്രൊനൗൺസിയേഷന്റെ എന്താണ് എനിക്കത് റിയലൈസ് ചെയ്തു. എന്താണ് സെഡ് സംതിങ് റോങ് എന്ന് എനിക്ക് റിയലൈസേഷൻ വന്നുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും? അത് റിപ്പീറ്റ് ചെയ്യും കറക്റ്റ് ചെയ്യുന്ന വേർഡ്. ഓക്കെ, ഇപ്പൊ ഞാൻ റിപ്പയറിന് റീപെയർ എന്തോ സംഭവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാട്ട് ഐ ആം സപ്പോസ് ടു ഡു, ഞാൻ അത് ഞാൻ റിയലൈസ് ചെയ്തു ഐ ഹാവ് സെഡ് സംതിങ് റോങ്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും? ആ സെയിം വേർഡ് ഞാൻ കറക്റ്റ് ചെയ്യാൻ നോക്കും, അല്ലെങ്കിൽ ആ സെയിം സ്റ്റേറ്റ്മെന്റ് ഞാൻ കറക്റ്റ് ചെയ്യാൻ നോക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, ദ റിപ്പയർ മേ ബി ഇനീഷ്യേറ്റഡ് ബൈ ഈദർ സ്പീക്കർ ഓർ ലിസണർ. സോ ഈ കറക്ഷൻ അല്ലെങ്കിൽ ഈ എറർ എന്താണ് കറക്റ്റ് ചെയ്യേണ്ട സംഭവം, ഇത് വേണമെങ്കിൽ സ്പീക്കർക്കും ചെയ്യാം അല്ലെങ്കിൽ ലിസണറിനും ചെയ്യാം. ആസ് എ ലിസണർ നിങ്ങൾക്ക് തോന്നാം ലൈക്ക് ഓക്കെ there is some mistake which happened here. നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ഇനീഷ്യേറ്റീവ് എടുക്കാം, ലൈക്ക് there is some mistake which has happened, അതുകൊണ്ട് ഇതൊന്ന് കറക്റ്റ് ചെയ്യണം എന്ന് ഞങ്ങൾ പറയാം. ഓക്കെ, this is one of the important conversation of meaningful communication. സോ എന്താണ് ഇത്? അതുകൊണ്ട് ഇതൊരു വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു കോൺവെർസേഷനിൽ നടക്കേണ്ടതെന്നാണ് പറയുന്നത്. ഓക്കെ, സോ ദീസ് ആർ സർട്ടൈൻ
certain characteristics of good conversation. Okay, so these characteristics you have to keep in mind. മനസ്സിലായോ? ഓക്കെ, പിന്നെ ലാസ്റ്റ് ആയിട്ട് വരുന്നത് ഈ യൂണിറ്റില് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആരെങ്കിലും? ഓക്കെ, ഈ യൂണിറ്റിൽ പിന്നെ ലാസ്റ്റ് ആയിട്ട് വരുന്നതാണ് ഡിഫറൻസ് ബിറ്റ്വീൻ കോൺവെർസേഷൻ ആൻഡ് അതർ സ്പീച്ച് ഇവന്റ്സ്. സോ ഈ കോൺവെർസേഷനും അതർ സ്പീച്ച് ഇവന്റ്സിന്റെയും ഇടയിലുള്ള ഡിഫറൻസ് ആണ് ഇനി വരുന്നത്. ഓക്കെ, ഇതാണ് ബേസിക്കലി യൂണിറ്റ് 1 മെയിൻ ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ്. ഓക്കെ, സോ നാളെ നമ്മൾ ഇതും കൂടി ഫിനിഷ് ചെയ്ത് നാളെ നമ്മൾ ബാക്കി യൂണിറ്റ്സ് മേ ബി 3 to 4 യൂണിറ്റ്സ് നമ്മൾ നാളെ കവർ ചെയ്യായിരിക്കും. അത് കഴിഞ്ഞിട്ട് ഡേ ആഫ്റ്റർ ടുമോറോ ആണല്ലോ, തേഴ്സ്ഡേ ഫ്രൈഡേ ആഫ്റ്റർനൂൺ ആണോ എക്സാം ഉള്ളത്? ഫ്രൈഡേ ആഫ്റ്റർനൂൺ അല്ലേ? ഫ്രൈഡേ ആണോ തേഴ്സ്ഡേ ആണോ? ഓക്കെ, എന്തായാലും ഞാൻ ചെക്ക് ചെയ്ത് പറയാം കേട്ടോ. സോ എന്തായാലും നമ്മൾ ഫ്രൈഡേ ആകുമ്പോഴത്തേക്ക് വിൽ ബി ഏബിൾ ടു ഫിനിഷ് ഓൾ ദിസ്. ഓക്കെ, സോ ഇതെന്താണ് കോൺവെർസേഷൻ ആൻഡ് അതർ സ്പീച്ച് ഇവന്റ്സിന്റെ ഡിഫറൻസ് ആണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. So conversation is an interaction between two or both participants have to contribute alike. So എന്താണ് conversation? ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി രണ്ടോ അല്ലെങ്കിൽ വേറെ രണ്ട് ആൾക്കാരുടെ ഇടയിലുള്ള ഒരു കോൺട്രിബ്യൂഷൻ ആണ്. ആ രണ്ട് പേരും കോൺട്രിബ്യൂട്ട് ചെയ്യണം, സംസാരിക്കണം, എന്നാലേ അതൊരു കോൺവെർസേഷൻ ആയിട്ട് മാറുള്ളൂ. At the same time, other speeches are different from conversation because both participants cannot contribute alike. So എന്താണ്, ബട്ട് അതർ സ്പീച്ച് ഡിഫറൻസസിൽ അല്ലെങ്കിൽ അതർ സ്പീച്ച് ഇവന്റ്സിൽ ഇത് കോൺവെർസേഷന് മാതിരിയല്ല, ബിക്കോസ് അതിൽ രണ്ട് പാർട്ടിസിപ്പൻസും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, ഇപ്പം കോൺവെർസേഷൻ ആണെങ്കിൽ ഇറ്റ് ഹാസ് നോ സ്പെസിഫിക് സെറ്റിംഗ്, നോ സ്പെസിഫിക് എജൻഡ, നോ പ്രീ ഡിസൈഡഡ് ടൈം. ഓക്കെ, സോ എന്താ കോൺവെർസേഷനിൽ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള സെറ്റിംഗ് ഉണ്ടാവില്ല, ഒരു സ്പെസിഫൈഡ് ആയിട്ടുള്ള എജൻഡ ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഒരു പ്രീ ഡിസൈഡഡ് ആയിട്ടുള്ള ടൈമും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, പക്ഷേ അതർ കമ്മ്യൂണിക്കേഷനിൽ അതർ സ്പീച്ച് ഇവന്റ്സിൽ ഹാസ് സ്പെസിഫൈഡ് ടൈം ആൻഡ് സെറ്റിംഗ് ദാറ്റ് ക്യാൻ ബി ക്ലാസ് റൂം, ഹാൾ, കമ്പനി എക്സെട്ര. സോ നമ്മളൊപ്പം നടക്കുന്ന ഈ ക്ലാസ് ഇത് കോൺവെർസേഷനിലായിരിക്കും അല്ലെങ്കിൽ അതർ സ്പീച്ച് ഇവന്റ്സിലായിരിക്കും വരിക? ഓക്കെ, നമ്മുടെ ഈ ക്ലാസ് ആക്ച്വലി അതർ സ്പീച്ച് ഇവന്റ്സ് ലൈക്ക് ലെക്ചേഴ്സിലായിരിക്കും വരിക, ബിക്കോസ് ഐ എം ലെക്ചറിങ്. ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എപ്പാണ് ക്ലാസ് നടത്തുന്നത്, നമ്മളെ ക്ലാസിന്റെ എജൻഡ എന്താണ്, എന്നിട്ട് നമ്മൾ ഇപ്പം നമ്മൾ ഓൺലൈൻ ആയിട്ടുള്ള സെറ്റിംഗിലാണോ ക്ലാസ് എടുക്കുന്നത് അല്ലെങ്കിൽ ഓഫ്ലൈൻ ആയിട്ടുള്ള ക്ലാസ് ആണോ എടുക്കുന്നതെന്ന് ഞാൻ ഓൾറെഡി സ്പെസിഫൈ ചെയ്ത കാര്യങ്ങളാണ്. ഓക്കെ, പക്ഷെ ഒരു കോൺവെർസേഷൻ നമ്മൾ രണ്ട് ഫ്രണ്ട്സിന്റെ ഇടയിൽ നടക്കുന്ന കോൺവെർസേഷൻ ആണെങ്കിൽ അത് പ്രീ പ്ലാൻഡും അതിനൊരു അജണ്ടയും കാര്യങ്ങളും അല്ലെങ്കിൽ ടൈമും ഒന്നും ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. പിന്നെയാണ് ഇന്ററാക്റ്റീവ്. ഒന്ന്, കോൺവെർസേഷൻ എപ്പോഴും ഇന്ററാക്റ്റീവ് ആയിരിക്കും, രണ്ടുപേര് തമ്മിലുള്ള ഇന്ററാക്ഷൻ നടക്കും. ഓക്കെ, പിന്നെന്താ ലെക്ചറിൽ എന്താണ്, ക്യാൻ ബി ഇന്ററാക്റ്റീവ് ബട്ട് കൺട്രോൾഡ് ബൈ ദ ലെക്ചർ. സോ നമ്മൾ ഈ ക്ലാസ് ഈ ലെക്ചർ എന്താണ് ഇന്ററാക്റ്റീവ് ആണ്. ഓക്കെ, ഇന്ററാക്റ്റീവ് അല്ല എന്ന് പറയുന്നില്ല. നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം. പക്ഷെ എന്താണ്, ഞാൻ നിങ്ങളോട് പറയും നിങ്ങൾക്ക് എപ്പം ചോദ്യം ചോദിക്കാൻ പറ്റും എന്ന് ഞാൻ പറയും. ഓക്കെ, ബിക്കോസ് ക്ലാസിന്റെ ഇടയിൽ ഡിസ്റ്റർബൻസ് ആവരുത് എന്ന് വിചാരിച്ചിട്ട് ഐ വോണ്ട് ലെറ്റ് യു സ്പീക്ക് ആഫ്റ്റർ എവറി 2 seconds. ഓക്കെ, എവറി 2 seconds ഒരു പേഴ്സൺ ഇന്ററപ്റ്റ് ചെയ്യുകയാണെങ്കിൽ അഫ്കോഴ്സ് ദ ക്ലാസ് വോണ്ട് ബി ഗോയിങ് ഫോർവേഡ് അല്ലേ? സോ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഒരു സർട്ടൻ റൂൾസ് ആൻഡ് ക്രൈറ്റീരിയാസ് വെക്കും. ലൈക്ക് ഞാനിപ്പം ഒരു ടോപ്പിക് ഫിനിഷ് ചെയ്യേണ്ടത്, ഐ വിൽ ബി ആസ്കിങ് യു ഇഫ് യു ഹാവ് എ സർട്ടൻ ഡൗട്ട് ആൻഡ് യു ക്യാൻ ആസ്ക് ദോസ് ഡൗട്ട്സ് ടു ക്ലിയർ ഇറ്റ്. ഓക്കെ, സോ നെക്സ്റ്റ് ആണ് ഇമ്മീഡിയറ്റ് വെർബൽ ഫീഡ്ബാക്ക്. സോ എന്താണ്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് എന്താണ്, കോൺവെർസേഷൻ ചെയ്യുന്ന സമയത്ത് എന്താണ് ഇമ്മീഡിയറ്റ് ഫീഡ്ബാക്ക് നമുക്ക് കിട്ടും. ഞാൻ എന്റെ ഫ്രണ്ടിനോട് ഒരു സർട്ടൻ കാര്യം പറഞ്ഞിട്ടുണ്ട്, എന്റെ ഫ്രണ്ട് എന്നോട് പറഞ്ഞു ഈ സർട്ടൻ കാര്യം നീ പറഞ്ഞു ശരിയായില്ല എന്നുള്ള കാര്യങ്ങൾ എനിക്ക് പറയും. ഓക്കെ, പക്ഷെ എന്താണ് ലെക്ചറിന്റെ സമയത്ത് ഇമ്മീഡിയറ്റ് ഫീഡ്ബാക്ക് കിട്ടണം എന്നില്ല. ഓക്കെ, ഞാൻ ലെക്ചർ കഴിഞ്ഞു, ഞാൻ പിന്നെ പോയി ക്ലാസ്സിൽ നിന്ന് ഞാൻ മേ ബി ഐ ക്യാൻ ആസ്ക് ഫോർ എ ഫീഡ്ബാക്ക്, മേ ബി ഐ വോണ്ട് ബി ആസ്കിങ് ഫോർ എ ഫീഡ്ബാക്ക്. സോ എപ്പം ഒരു ഇമ്മീഡിയറ്റ് ഫീഡ്ബാക്ക് നമുക്ക് കിട്ടണം എന്നില്ല. ഓക്കെ, ടേൺ ടേക്കിംഗ് എന്താണ്, ഇപ്പൊ രണ്ടാൾക്കാർ തമ്മിലുള്ള എന്താണ് ടേൺ ടേക്കിംഗ് ഉണ്ടോ? ഞാൻ ഇപ്പം കോൺവെർസേഷൻ ആണ്, ഞാൻ എന്റെ പറഞ്ഞു കഴിഞ്ഞിട്ട് നിങ്ങളോട് പറയാൻ പറയും, എന്നൊക്കെ എന്താണ് ടേൺ ടേക്കിംഗ് ഉണ്ടാവും. സോറി, സോ ബട്ട് എന്താണ് അതർ സ്പീച്ച് ഇവന്റ്സിൽ എന്താണ് ടേൺ ടേക്കിംഗ് ഉണ്ടാവുന്നില്ല. ഞാൻ മാത്രമാണ് ഈ ലെക്ചറിൽ സംസാരിക്കുന്നത്, നിങ്ങൾ എല്ലാവരും കേൾക്കുന്ന ആൾക്കാരാണ്. ഓക്കെ, പിന്നെ എന്താ അഡ്ജസൻസി പെയർ, നോ അഡ്ജസൻസി പെയർ. സോ ഇതിൽ എന്താണ് രണ്ട് പേഴ്സ് ഉണ്ട്, രണ്ടിനെയും കാട്ടി കൂടുതൽ പേഴ്സിന്റെ ഇടയിൽ നടക്കുന്ന ഒരു കോൺവെർസേഷൻ ആണ്
പക്ഷെ അതർ സ്പീച്ച് ഇവന്റ്സ് ആൻഡ് ലെക്ചേഴ്സിൽ എന്താണ് അതിൽ എന്താ ഇത് നടക്കുന്നില്ല, കോൺവെർസേഷൻ നടക്കുന്നില്ല. രണ്ട് പെയർ ആയിട്ട് ഒരാൾ മാത്രമാണ് ഇതിൽ സംസാരിക്കുന്നത്. പിന്നെന്താണ് റെസിപ്രോക്കൽ. റെസിപ്രോക്കൽ എന്താണ്? റെസിപ്രോക്കൽ ഇപ്പം ഞാനൊരു കാര്യം സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് ഡീകോഡ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റണം. ഓക്കെ, അത് കോൺവെർസേഷൻ നടക്കുന്ന സമയത്ത് ആ ഡീകോഡിങ് സംഭവം ഓൾറെഡി നടക്കുന്നുണ്ട്. പക്ഷെ എന്താണ് അത് സ്പീച്ച് ഇവന്റ് ലൈക്ക് ലെക്ചേഴ്സിൽ അതിലെന്താണ് ഡീകോഡിങ് ചിലപ്പം ബുദ്ധിമുട്ടായിട്ട് മാറാമെന്നാണ് പറയുന്നത്. സോ ദീസ് ആർ ദി ഡിഫറൻസസ്. അഗെയിൻ ഞാൻ പിന്നെയും പറയാണ്, നിങ്ങൾ ഇതിന്റെ ഡിഫറൻസ് എഴുതുന്ന സമയത്ത് പോയിന്റ്സ് എഴുതാണ് ഇത്തിരിയൂടി ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുക. ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നില്ല. ഇപ്പം ഇന്ററാക്റ്റീവ് ആണെങ്കിൽ ഞാൻ എന്താണ് ആസ് എ പേഴ്സൺ ഞാനിപ്പം നിങ്ങൾ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തു വന്നു. ഇപ്പം രണ്ട് ആൾക്കാരുടെ ഇടയിൽ കോൺവെർസേഷൻ നടക്കുന്നുണ്ട്, അത് ഇന്ററാക്റ്റീവ് ആയിരിക്കും. രണ്ടുപേര് തമ്മിലും എന്താണ് സംസാരിക്കുന്നുണ്ട്, അവരവരെ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. പക്ഷെ ലെക്ചേഴ്സിൽ വരുന്ന സമയത്ത് ആ ഇന്ററാക്ഷൻ ഇല്ല. നിങ്ങൾ എക്സാമ്പിൾസ് എഴുതി, സി ഓൾവേസ് റൈറ്റ് എക്സാമ്പിൾസ്. എക്സാമിന്റെ സമയത്ത് എക്സാമ്പിൾസ് എഴുതുന്നത് ഭയങ്കര ബെനിഫിറ്റ് ഉണ്ടാക്കുന്ന ഒരു കാര്യം. അഗൈൻ എക്സാമ്പിൾസ് എഴുതുമ്പോൾ എന്താണ് ഒരു സൈഡിൽ പോയിന്റ് ബ്ലാക്ക് പെന്നോട് ചെയ്തിട്ട് എക്സാമ്പിൾ എന്ന് ബ്ലാക്ക് പെന്നോട് എഴുതിയിട്ട് പിന്നെ ബ്ലൂ പെന്നോട് ആ എക്സാമ്പിൾ എഴുതി വെക്കുക. സോ ദാറ്റ് ഈ എക്സാം കറക്റ്റ് ചെയ്യുന്ന എക്സാമിന് ബേസിക്കലി ഇവാലുവേറ്റ് ചെയ്യുന്ന ആൾക്ക് മനസ്സിലാവും, ലൈക്ക് യു നോ സംതിങ് എന്നൊരു കോൺസെപ്റ്റ് അവർക്ക് ഓൾറെഡി മൈൻഡ് പ്രീസെറ്റ് ആയി നിൽക്കും. ഓക്കെ, സോ ഇത് ഡീറ്റെയിൽ ആയി ചെയ്ത് അങ്ങനെ സ്മോൾ പോയിന്റ്സ് നിങ്ങൾക്ക് ജസ്റ്റ് എക്സാമിന് വേണ്ടി മനസ്സിലാവാൻ വേണ്ടി മാത്രമാണ് എഴുതി വെച്ചിട്ടിരിക്കുന്നത് കേട്ടോ. മനസ്സിലായോ? ഓക്കെ ഓക്കെ, നമ്മളിനി അടുത്ത ക്ലാസ് നാളെ ആയിരിക്കും ഇനി അടുത്ത ക്ലാസ് ഉണ്ടാകുന്നത്. അടുത്ത ക്ലാസ് നമ്മൾ യൂണിറ്റ് 2 and 3 കണ്ടിന്യൂ ചെയ്യുന്നുണ്ടാവും. നമുക്കിപ്പോ നെറ്റ്വർക്ക് ഇഷ്യൂ ആയിട്ടാണ് ഓൾറെഡി ഇവിടെ എഴുതി കാണിക്കുന്നുണ്ട്, യുവർ നെറ്റ്വർക്ക് യുവർ ലോസ്റ്റ് യുവർ നെറ്റ്വർക്ക് കണക്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ട്. സോ മേ ബി ഇത് നിന്ന് പോകും. ഓക്കെ, സോ നമുക്കിനി അടുത്ത ക്ലാസ് നെക്സ്റ്റ് ക്ലാസ് നാളത്തേക്ക് ആയിരിക്കും കേട്ടോ. ഓക്കെ, താങ്ക് യു ഫോർ അറ്റൻഡിങ്.